നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെന്താ ഭാമേ, വിഷം കലക്കിയതാണോ? വെള്ളം നിർത്തി. രാഘവേട്ടം ചുമ്മാതെ. അല്ല, കുറച്ചു കാലമായി നിന്റെ മോനെ കൊല്ലാക്കൊലയാണല്ലോ. ഇതിപ്പോ ഒറ്റയടിക്ക് കൊല്ലുകയാണെങ്കിൽ അത്രയും നല്ലതാ. എന്താണ് ഈ കാണിക്കുന്നേ? ഇത് പറ്റിയിടാ നിനക്ക്. മോനെ എന്താടാ മോനെ? വിഷ്ണു വിഷ്ണുച്ച 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 നിക്ക്. മോളെ, നീ കൂടെ ഉണ്ടാവണം എപ്പോഴും, കേട്ടോ? മോളവനെ ഒറ്റയ്ക്കാക്കല്ലേ മോളെ. നിന്നെ വിശ്വസിച്ച ഞാനുണ്ടാവും സത്യമേ, എന്നും. വിട്ടു കൊടുക്കില്ലിനി ഞാൻ അവൾക്ക്. ഇത് കുടിക്ക്, ശരീരം ഒന്ന് തണുക്കട്ടെ. ഇതെന്താ ഭാമേ, വിഷം കലക്കിയതാണോ? വെള്ളം നിർത്തി. രാഘവേട്ടം ചുമ്മാതെ. അല്ല, കുറച്ചു കാലമായി നിന്റെ മോനെ കൊല്ലാക്കൊലയാണല്ലോ. ഇതിപ്പോ ഒറ്റയടിക്ക് കൊല്ലുകയാണെങ്കിൽ അത്രയും നല്ലതാ. അവൻ സഹിക്കുന്ന വേല കണ്ടിട്ടേ എന്റെയും കൂടെ മനസ്സ് പൊള്ളിയിട്ടും നീട്ടും പറയുന്ന ഇത്. എന്റെ അച്ഛൻ മതി, ഇനി ഇതിന്റെ പേരിൽ വെറുതെ. അച്ഛന്റെ മനസ്സ് നീറാൻ മോൻ കൈ പൊള്ളിച്ചെങ്കിലേ അത് സ്വയം ചെയ്തിട്ടാ, അല്ലാതെ ഞാൻ കൈ പിടിച്ച് നിലവിളിക്ക് കൊണ്ട് കാണിച്ചതല്ല. അമ്മ മതി, ഒന്ന് നിർത്ത്. അല്ല സത്യമേ, ഇനി ഇതിന്റെ പേരില് ഇനി ഇങ്ങനൊരു വർത്തമാനം വേണോ? നീ ഒന്നും ഇടാതിരിക്കടാ. പണ്ട് ഇവന്റെ സൈഡും പറഞ്ഞ് രാഘവേട്ടൻ പലതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞത് എനിക്ക് സഹിക്കില്ല. ഒരമ്മ മകന് കൊണ്ടുപോയി കൊടുക്കുന്നത് വിഷമാണോ രാഘവേട്ട? പ്രസവിച്ച ആദ്യ നിമിഷങ്ങളിൽ ഞാനാ എന്റെ മോന്റെ മുഖം കണ്ടിട്ടുള്ളത്. പിന്നീടേ ഉള്ളൂ അച്ഛനും ബന്ധുക്കളും ഒക്കെ. ശരീരം പൊട്ടി വേദന അനുഭവിച്ച ഒരമ്മയും സ്വന്തം മോന് വിഷം കൊടുക്കില്ല. ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോടുള്ള വികാരത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നൊന്ത് പ്രസവിക്കണം. ഒരാണിന് അതെത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതിപ്പോ സ്വന്തം അച്ഛനായാലും അതങ്ങനെ തന്നെയാ. അയ്യോ അമ്മേ, തായേ, മതി 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 ഈ മൈതാന പ്രസംഗം. പ്രസവിക്കുന്ന അമ്മയെ പോലെ തന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുമുണ്ട് വേദനയും വികാരവും എല്ലാം. 10 മാസം ചുമന്ന് പ്രസവിച്ചെന്ന് പറഞ്ഞേ അത് പറഞ്ഞ് സ്ഥാപിക്കാനുള്ളതല്ല, പ്രവൃത്തി കാണിക്കാനുള്ളതാ. സ്വന്തം മകന് പൊള്ളലേറ്റിരിക്കുന്നതേ കൈക്കോ കാലിനോ അല്ല, അവന്റെ മനസ്സിനാ. അത് ചെയ്തിരിക്കുന്നതേ നീയും. അവന്റെ സ്വന്തം ഭാര്യയാ അവനിൽ നിന്ന് പിടിച്ചെടുത്ത് പുറത്തേക്ക് എറിഞ്ഞേക്കുന്നത്.
ആ മുറിവ് ഏത് മരുന്നിട്ടും എന്തു മോരം വെള്ളം കൊടുത്ത് ഉണക്കാന്നാ നീ കരുതിയിരിക്കുന്നേ? അവനെ നീ നൊന്തു പ്രസവിച്ച പോലെ ഈ നെഞ്ചിലും തോളിലിട്ട് വളർത്തിയ ഈ അച്ഛൻ ചോദിക്കും ചോദ്യ, നീ ഉത്തരം പറഞ്ഞാ മതി. ദേ ഇപ്പൊ ഈ പ്രസംഗം നടത്തുന്നത് രാഘവേട്ടന്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇവൻ ഈ കൈ പൊള്ളിച്ചതും വേദന അനുഭവിക്കുന്നതും സ്വന്തമായിട്ട് ചെയ്തതാണെന്ന്. സ്വയം കൃതാനാർത്ഥം എന്ന് പറയും. അതിന്റെ ഫലമേ സ്വയം അനുഭവിച്ചേ പറ്റൂ. പിന്നെ ഇവന്റെ ഭാര്യയുടെ കാര്യം, അത് ഞാനിവിടുന്ന് ഇറക്കി വിട്ടവളല്ല. ദാ ഈ നിൽക്കുന്ന കാർത്തികയ. ഇവൻ താലിയും മാലയും ചാർത്തി ഇവിടെ വിളിച്ചോണ്ട് വന്ന് സ്വന്തം ഭാര്യയാണെന്ന് നമ്മളെ പരിചയപ്പെടുത്തി തന്ന പെൺകുട്ടി. അല്ലെന്ന് ഇവൻ പറയട്ടെ, അപ്പൊ പറയാം ഞാൻ ബാക്കി. അമ്മേ മതി, നിർത്ത്. എന്റെ പേര് പറഞ്ഞ് പോരടിച്ച് മതി. അമ്മ പറഞ്ഞത് ശരി തന്നെയാ. ഞാൻ സ്വയം ചെയ്തു വെച്ച പ്രവൃത്തിയാ. അമ്മ പറഞ്ഞതുപോലെ സ്വയം കൃതാനാർത്ഥം. അതിന്റെ വേദനയും കഷ്ടപ്പാടും ഞാൻ തന്നെ അനുഭവിച്ചോളാം. അച്ഛനും അമ്മയും പ്രസവിച്ചതിന്റെയും തോളി ചുമന്നതിന്റെയും കണക്ക് പറയുമ്പോ മക്കൾ അനുഭവിക്കുന്ന ഒരു മനസ്സന്തോഷം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഉള്ളിൽ നിന്ന് നീര് പൊട്ടി കണ്ണിക്കൂടെ ഒഴുകാൻ തുടങ്ങി എനിക്കിപ്പോ. രണ്ടുപേരോട് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ജനിപ്പിച്ചതിനും ഊട്ടി വളർത്തിയതിനും ഉടുപ്പും പഠിപ്പും എല്ലാം തന്നതിനും. ഇനി ഞാൻ അങ്ങോട്ട് സ്വയം ജീവിക്കാൻ പോവാ. ഉപകാരത്തിനും ഉപദ്രവത്തിനും വരരുത്. അങ്ങോട്ട് മാറി പിള്ളേ. മതി, ഇനി ഈ കണക്ക് പറച്ചിൽ കേൾക്കാൻ പാടില്ല. കാർത്തികയെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത് എന്റെ തെറ്റിന്റെ സ്വയം കൃതാനാർത്ഥം. ഇനിയെങ്കിലും ആ തെറ്റ് ഞാൻ തിരുത്തണം. എല്ലാം ശാലിയോട് തുറന്നു പറഞ്ഞാലേ പറ്റൂ. ഉടൻ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.